ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുക? നമ്മൾക്ക് ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയാലോ? ഓക്കെ. അപ്പം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് കഴുകി വൃത്തിയാക്കി കോളിഫ്ലവറും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നീട് നമുക്ക് മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ജീരകം പൊടിച്ചത്, ഒരു സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഒരു അരമുറി നാരങ്ങാനീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം 2 കപ്പ് കോൺഫ്ലവർ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒന്നുകൂടെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്, എന്നാലേ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നീട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ കോളിഫ്ലവർ ഓരോന്നായിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പായിട്ട് കോളിഫ്ലവർ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം അല്ലേ? സൂപ്പർ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ?